രണ്ടുപേരെ കൂടി കൊലപ്പെടുത്തുമെന്ന് ചെന്താമര നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നൊരു വെളിപ്പെടുത്തൽ കൂടി ഇന്ന് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടതാണ്. രണ്ടുപേരെ കൂടി കൊല്ലാനുണ്ട് എന്ന് കോഴിക്കോട് കൂടരഞ്ഞി കൂമ്പാറയിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന ആളോടാണ്, മണികണ്ഠനോടാണ് ഇയാൾ പറഞ്ഞത്. കൂമ്പാറയിലെ കരിങ്കൽ ക്വാറിയിൽ സുരക്ഷാ ജീവനക്കാരനായാണ് ചെന്താമര ഡിസംബർ അവസാനം വരെ ജോലി ചെയ്തിരുന്നത്. ജോലി നിർത്തിപ്പോകുന്നതിന് മുൻപ് ചെന്താമര മണികണ്ഠന് നൽകിയ ഫോൺ അന്വേഷിച്ച് പോലീസ് ഇന്ന് ക്വാറിയിലെത്തുകയായിരുന്നു. അല്ലാതെ പോയി കോറിയുള്ള ബന്ധങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. നമ്മൾ ഡ്യൂട്ടിയിൽ അങ്ങോട്ടും വിളിക്കും, പറയും. അതിലെ ബന്ധങ്ങളല്ലാതെ വേറൊന്നും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. കഴിഞ്ഞ മാസം അവസാനം വരെയാണ് ചെന്താമര കൂമ്പാറയിലെ കരിങ്കൽ ക്വാറിയിൽ സുരക്ഷാ ജീവനക്കാരനായി ജോലി നോക്കിയത്. ഇതിനിടെയുള്ള ഒരു ദിവസം സഹപ്രവർത്തകനായ മണികണ്ഠനോട് ചെന്താമര പറഞ്ഞതാണ് ഇനിയും രണ്ടുപേരെ കൊലപ്പെടുത്താൻ ബാക്കിയുണ്ടെന്ന്. മരിക്കുന്നതിന് മുൻപ് അത് ചെയ്തിരിക്കും. ചെറിയൊരു എൻ്റെ വളർച്ച താത്താൻ വേണ്ടി ഇങ്ങനെ ഒരാൾക്കാർ ചെയ്തു, തൊട്ടകൂട്ടുകാർ ചെയ്തു. അപ്പോൾ അതിനെയാണ് ഒരാളിനെ ഞാൻ തട്ടിയത്. ഇനി രണ്ടെണ്ണം കൂടിയുണ്ട്, അതിനും കൂടി ഞാൻ പൂസിയിട്ട് മരിക്കുള്ളൂ വേണ്ട പുള്ളി ഇവിടെ നിന്ന് പോയത്. ചെന്താമര തന്റെ കൈവശമുണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോൺ മണികണ്ഠന് നൽകി. ഈ ഫോൺ തേടിയും ചെന്താമരയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചും പോലീസ് ക്വാറിയിലും പരിസരത്തും വൈകിട്ടോടെ പരിശോധന നടത്തി. എന്നാൽ അന്വേഷണ പുരോഗതിക്ക് സഹായകരമാകുന്ന കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. സുഖമില്ലാതെ ആള് ഒരാഴ്ചയായിട്ട് ഭക്ഷണം കഴിക്കില്ല. ഇവിടെ ഹോസ്പിറ്റലിൽ കൂടരഞ്ഞി ഹോസ്പിറ്റലും തിരുവമ്പാടിയിലും ഒക്കെ കാണിച്ചു. അതിൻ്റെ എല്ലാം ഭേദം കൊണ്ടാണ് അയാൾ പോയത് ഇവിടെ നിന്ന്. അത്രമാത്രമേ നമുക്കറിയുള്ളൂ. പിന്നീട് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സംഭവം അറിയാം. ചെന്താമര പ്രത്യേകതരം സ്വഭാവക്കാരനായിരുന്നുവെന്ന് കരിങ്കൽ ക്വാറിയിലെ മറ്റു തൊഴിലാളികളും പറയുന്നു. മണികണ്ഠന്റെയും മറ്റുള്ളവരുടെയും മൊഴി ഉടൻ രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.